ഇത്തരത്തിലുള്ള സോഫകള് വളരെ കംഫർട്ടാണ് ഇരിക്കാൻ, നല്ല സപ്പോർട്ട് ഉണ്ട്. ഇത് ഈ AK-47 വെടിവെക്കുമ്പോ അങ്ങനെ ബാക്കിലേക്ക് തള്ളണ പോലെ കേട്ടോ ഈ സാധനം. സോഫയുടെ എല്ലാ കമ്പോണൻസും നമ്മൾ കാണിക്കുകയാണ്. കാരണം എന്താ വെച്ചാല് ഫുൾ കവർ സോഫ തുടങ്ങണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി. സോഫ കമ്പനി ആയാലും എന്ത് കമ്പനി ആയാലും ക്ലോത്ത് കട്ട് ചെയ്യാൻ ഈ ഒരു സാധനം കൂടിയേ തീരും. നയാഗ്ര വെള്ളച്ചാട്ടം എന്നല്ല, ഇതാണ് വാട്ടർ പൂത്ത്. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പോളിഷ്. അപ്പൊ ഇഫ് 2024 ഫർണിച്ചർ സമൂഹം മുഴുവൻ കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 21, 22, 23 തീയതികളിൽ കോയമ്പത്തൂർ കൊടീഷ്യയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ടൈറ്റിൽ സ്പോൺസറാണ് സെറ്റിൽ. അപ്പൊ സെറ്റിലിന്റെ വലിയ വിശാലമായ ഒരു കമ്പനിയാണ് കേരളത്തിലേക്ക് ഇവർ എൻ്റർ ചെയ്യുകയാണ് ഇവരുടെ പ്രൊഡക്റ്റുകളുമായി. ഇവിടെ ഫോമിംഗ് ആണ്. സോഫയുടെ ഫോം ചെയ്യും. ഇത് ട്രീറ്റ് ചെയ്ത ടീക്കൂട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു കാരണവശാലും കുത്തലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഫോമിങ് നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതില് നമുക്ക് സാധാരണക്കാർക്ക് സംശയം ഉണ്ടാവാം, എങ്ങനെയാണ് സോഫകളിലെ ഫോമുകൾ തമ്മിൽ ചേർത്ത് ഒട്ടിക്കുന്നത്. ഇതുപോലെ കംപ്രസറിൽ നിന്നും ഈ ഗണ്ണിലേക്ക് വരുന്ന എയർ വെച്ചിട്ടാണ് ഈ ഒരു ഗമ്മിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ പെയിന്റ് അടിക്കുന്ന, സ്പ്രേ പെയിന്റ് അടിക്കുന്ന അതേ ടെക്നോളജിയാണ്. ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ PU ഫോമിന്റെ മുകളിൽ ഗമ്മിങ് ആണ് കാണുന്നത്. ഈ ഫോം ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പൊ കർക്കസ് അടിച്ച് കർക്കസിന്റെ മുകളിൽ ഫോം ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത്. ചെയറിന്റെ സീറ്റാണിത്. സീറ്റ് കണ്ടില്ലേ, വളരെ രസകരമായിട്ടാണ് സീറ്റ് ചെയ്യുന്നത്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിൾ ടെക്നോളജിയാണ്. പ്ലൈവുഡ് വാങ്ങിക്കുക, അത് ബാക്ക് സൈഡിൽ സീറ്റിന്റെ അവിടെ ആണെങ്കിൽ ബെൻഡ് പ്ലൈവുഡ് അല്ലെങ്കിൽ സാധാരണ പ്ലൈവുഡ്. സാധാരണ പ്ലൈവുഡിന്റെ മുകളിൽ ഇതുപോലെ ഗമ്മ് ഇതുപോലെ കൊടുക്കുക. ഇതെങ്ങനെ ഗമ്മ് കൊടുത്താൽ എന്താ ഗുണം വെച്ചാൽ ഭയങ്കര സമയലാഭമാണ്. വെറുതെ ഗമ്മ് എടുക്കുക, ഒട്ടിക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ഗമ്മിങ് നടക്കുന്നത്. ഗമ്മ് ചെയ്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചെയറുകളും കുഷൻ ചെയ്ത് ചെയറുകളായി പുറത്തു വരും. യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ സോഫകളിലെ 6 ഉപയോഗിക്കാത്ത സോഫകളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബെൽറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബെൽറ്റ് ഇതുപോലെ കൊടുത്തതിന് മുകളിലാണ് സോഫയുടെ ഇതിരിക്കുക. ഇതൊന്നും കംപ്ലൈന്റ് വരുന്ന പ്രൊഡക്റ്റുകളൊന്നല്ല, പക്ഷേ നോർമൽ സോഫകളിൽ നമുക്ക് ഇതാണ് ലഭ്യമാവുക. അപ്പോൾ വില കുറഞ്ഞ സോഫകൾ അന്വേഷിക്കുന്നവർ ഇത്തരത്തിലാണ് സോഫ മേക്ക് ചെയ്യുക എന്നറിയണം. ഒരു കംപ്ലൈന്റ് വരികയില്ല, പക്ഷെ ഈ ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ കുഷനിങ് എഫക്റ്റ് ഉറപ്പുവരുത്തുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും 6 പ്ലസ് പോക്കറ്റഡ് സ്പ്രിംഗ് എന്നുള്ളത്. ആ 6 ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് വെച്ചിട്ടാണ് സോഫയുടെ പോക്കറ്റഡ് സ്പ്രിങ്ങിന്റെ കുഷനിങ് എഫക്ട് നമ്മൾ കൂട്ടുന്നത് കേട്ടോ. ഇത് നേരെ ബെൽറ്റ് പോലെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടാണ് സോഫയുടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ, അതൊരു കംപ്ലൈന്റ് വരില്ല. മാനുഫാക്ചർ രംഗത്ത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് പ്രൊഡക്ഷൻ നടക്കണമെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ചെയ്തിരുന്ന ട്രഡീഷണൽ രീതികളൊന്നും ഗണ്ണ് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പൊ സ്റ്റാപ്ലറിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫോം ചെയ്യാനും കുഷൻ വർക്കുകൾ ചെയ്യാനൊക്കെ ഗമ്മാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഗമ്മിലെ വർക്കുകൾ. ഇതിങ്ങനെ വലിച്ചു പിടിക്കുക, അടിക്കുക. ഇത്തരത്തിലുള്ള സോഫകള് വളരെ കംഫർട്ടാണ് ഇരിക്കാൻ, നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പണ്ട് ടൈലർമാർ ചെയ്യുന്ന പോലെ തന്നെയാണ് സോഫ കമ്പനിയിൽ ഇതുപോലെ വരച്ച് കണ്ടില്ലേ, ഇങ്ങനെ വരച്ച് എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. സോഫ കമ്പനി ആയാലും എന്ത് കമ്പനി ആയാലും ക്ലോത്ത് കട്ട് ചെയ്യാൻ ഈ ഒരു സാധനം കൂടിയേ തീരും. നെയില് ചെയ്യാന്ന് പറയുമ്പോ അതൊരു ചുറ്റിക വെച്ച് ഒരു ആണി വെച്ച് ഇങ്ങനെ അടിച്ചിട്ട് നേരം കളയാൻ പരിപാടിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, നെയിൽ ചെയ്യാനൊക്കെ മെഷീനായി. മെഷീൻ്റെ ഉള്ളിൽ നെയിൽ ഇതെങ്ങനെ വെക്കണു. അതായത് വലിയൊരു ഫാക്ടറിയിൽ നെയിൽ ചെയ്യണം ഇങ്ങനെയാണ്. ഇത് രണ്ടും ഇങ്ങനെ അടിക്കണമെന്നായിരിക്കും. അപ്പൊ നേരെ നെയിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ സമയമെടുത്ത് ചെയ്തിരുന്ന വർക്കായിരുന്നു. ഇപ്പൊ ഒരു 1000 എണ്ണം ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പരിപാടി തീരും. അത്രയും ഫാസ്റ്റാണ്. പ്ലൈവുഡ് പാർട്ടിക്കൽ ബോർഡ് കട്ട് ചെയ്യുന്ന പോലെയല്ല, സിമ്പിൾ മെക്കാനിക്സ് ആണ്. ഇതുപോലെ കട്ട് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതിന് സ്റ്റിപ്പിങ്ങിന്റെ വിഷയമൊന്നുമില്ല. കുട്ടി കട്ട് ചെയ്യുമ്പോൾ നേരെ കട്ട് ചെയ്താൽ. ഇത് ഈ AK-47 വെടിവെക്കുമ്പോൾ അങ്ങനെ ബാക്കിലേക്ക് തള്ളണ പോലെ കേട്ടോ ഈ സാധനം. ബോക്സ് അടിക്കലൊക്കെ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലാണ് കമ്പനികളിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി വെയർ ഹൗസിൽ നല്ലപോലെ സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ പാഠമാക്കാവുന്നതാണ്. അതായത് അടിച്ചപ്പം തന്നെ കൊടുക്കില്ലല്ല, ഇവരിവിടെ ചെയ്തിരിക്കുന്നത് വലിയൊരു സ്റ്റോക്ക് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. സെറ്റിൽ സോഫ കമ്പനി എന്നാണ് ഇതിന്റെ പേര്. സാധാരണ ക്ലയന്റുകൾ ചോദിക്കലുണ്ട് ഇത് കുറച്ചും കൂടി നീളം കൂട്ടാൻ പറ്റുമോ എന്നുള്ളത്. പറ്റില്ല. നമുക്കൊരു ബോക്സ് ഇവിടെ അടിച്ചിട്ട് എക്സ്ട്രാ കൊടുത്ത് ഉപയോഗിക്കാം. അപ്പോഴാണ് കറക്റ്റ് കാല് വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമുക്ക് ഒരു അത്യാവശ്യം റിലാക്സ് ചെയ്ത് TV കാണാനൊക്കെ പറ്റുന്ന രീതിയിലാണ് വെൽവെറ്റിന്റെ ക്ലോത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ മെക്കാനിസം ആണ്, അതുകൊണ്ട് കംപ്ലൈന്റ് വരാവുന്നതൊന്നുമില്ല. ട്രാൻസ്ഫോമർ കംപ്ലൈന്റ് വരില്ലല്ലോ, അതുപോലെയാണ് ഇതും. കംപ്ലൈന്റ് വരാത്തൊരു മെക്കാനിസം ആണ്.
കാർപ്പൻട്രി യൂണിറ്റിലെ ആദ്യം വേണ്ടത് കൃത്യമായ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്ക് എല്ലാ വുഡുകൾ വെച്ചിട്ടാണ് ഇവരുടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വുഡിന്റെ ബെൻഡിങ് ചെയ്യുന്നത്. ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ. 1000-2000 ചെയറുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഓരോ ദിവസവും മേക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മെഷീനുകൾ വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ വിപുലമായി നടത്തുന്നത്. ഈ വരച്ച പോലെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ക്ലോത്ത് കട്ട് ചെയ്യുന്ന ലാഘവത്തോടെയാണ് വുഡ് ഇങ്ങനെ മെക്കാനിക്കലി കട്ട് ചെയ്യുന്നത്. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്, എന്നാലും നോക്കാം. പണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാർപ്പന്റേഴ്സിനെ മാനുവലായിട്ട് ആശ്രയിച്ചിരുന്ന ഒരു വർക്കായിരുന്നു കുടുംബീൻ തുള ഇടുക എന്നുള്ളത്. കുടുംബീൻ തുളയൊക്കെ വളരെ ഈസി ആയിട്ടാണ് വിത്ത് ഗ്രൂവിലാണ് കേട്ടോ. കുടുംബീൻ തുളയും വിത്ത് ഗ്രൂ. ഇത് കണ്ടില്ല, ഇത്രയും പ്രൊഡക്റ്റ് ഒക്കെ ഒരു മണിക്കൂർ കൊണ്ടാണ് ഇത്തരം വർക്കുകളൊക്കെ ചെയ്ത് തീർക്കുക. അതും ലേഡീസ് സ്റ്റാഫുകൾ. ഇത് ഈ ഗ്രൂ വരുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും. ഇത് നമുക്ക് മാനുവലി ചെയ്യാൻ കഴിയില്ല. ഈ മെഷീനറീസിന്റെ സഹായത്തോടെയാണ് ഇത്തരം വർക്കുകൾ ചെയ്യാൻ കഴിയുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് കുടുംബത്തിൽ കണ്ടില്ലേ. ഈ ഗ്രൂ ഒക്കെ കൃത്യമായിട്ട് വന്നു. അപ്പൊ ഈ ജോയിന്റ് ഭയങ്കര കൃത്യമായിരിക്കും. ഇതിൽ കരുതിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ പറയുന്നത് റീറ്റെയിലേഴ്സിനോടാണ്, അല്ലെങ്കിൽ ഫർണിച്ചർ വ്യാപാരികളോടാണ്. കാരണം എന്താ വെച്ചാല് ഇത്തരത്തിലുള്ള ഫർണിച്ചറുകളൊക്കെ വളരെ റീസണബിൾ വിലയ്ക്ക് സെറ്റിൽ നമ്മുടെ ഷോറൂമുകളിൽ എത്തിക്കും. പ്രൊഡക്റ്റ് ഏത് സീസണിലും നമുക്ക് ലഭ്യമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും വലിയ പ്രൊഡക്റ്റ് യൂണിറ്റാണ് ഇവർക്കുള്ളത്. അപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ എത്തി കേരളത്തിലേക്ക് ഈ 2024 മുതൽ എൻ്റർ ചെയ്യുകയാണ്. പണ്ട് നമ്മൾ ഇതുപോലെ സാൻഡ് പേപ്പറിട്ട് കൈ കൊണ്ടാണ് ഉറച്ചുന്നത്. ഇപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എഡ്ജുകൾക്ക് വേണമെങ്കിൽ നമുക്ക് കൈ ഉപയോഗിക്കാം, അല്ലാത്ത പ്ലെയിൻ സർഫേസ് ഒക്കെ ഇതുപോലെ. ഒരു കാര്യം പറയാം, ഓർക്കിഡ് സെറ്റ് 2 ഷോപ്പുകളിൽ 2 വിലയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പലരും പല ക്വാളിറ്റിയിലാണ് പ്രൊഡക്റ്റുകൾ ഇറക്കുക. അപ്പോൾ ഓർക്കിഡ് സെറ്റ് വാങ്ങുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് പ്രൈസ് ലേശം കൂടിയാലും നല്ല ക്വാളിറ്റി തന്നെ പ്രൊഡക്റ്റ് ചോദിച്ച് വാങ്ങുക. വില കുറച്ച് വാങ്ങിയാൽ 1 കൊല്ലോ 2 കൊല്ലോ 5 കംപ്ലൈന്റ് ആകുമ്പോൾ കൊണ്ടിടാൻ നമ്മുടെ വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ഫർണിച്ചറുകൾ തന്നെ വാങ്ങിക്കുക. ഇത് കൈകൊണ്ട് വരയ്ക്കുന്നത് സീലറിട്ട് തുടക്കുകയാണ്. സീലറിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പോളിഷിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ സീലറിന്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കിലാണ് ഉള്ളത്. ആ കാണുന്നത് നയാഗ്ര വെള്ളച്ചാട്ടം എന്നല്ല, ഇതാണ് വാട്ടർ ബൂത്ത്. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പോളിഷ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ വാട്ടർ ബൂത്ത് വേണം. കാരണം വെച്ചാല് ഇതിൽ വാട്ടർ ഇതിലേക്ക് പോളിഷിന്റെ ബാക്കി ആ ഒലിച്ചിറങ്ങാനുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇതിലേക്ക് അബ്സോർവ് ചെയ്യും. മാത്രമല്ല അന്തരീക്ഷത്തിലേക്ക് ഈ പോളിഷിന്റെ കാര്യങ്ങളൊന്നും പ്രവഹിക്കുകയില്ല. ഇത് നേരെ വാട്ടറിലേക്ക് നേരെ പോവും. അതാണ് വാട്ടർ പോളിഷ് ബൂത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളിത് ഇവിടെ കണ്ടുവച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്യാൻ പോണേ. ഇങ്ങനെ പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ പിടിച്ചിട്ട് പോളിഷ് ചെയ്യണം. കാരണം എന്താ വെച്ചാല് പോളിഷ് ഒലിച്ചിറങ്ങിയിട്ട് ഫിനിഷിംഗിൽ ഉണ്ടാവും പാടില്ല. ഈ ഒരു ഗ്യാപ്പെങ്കിലും വേണം കേട്ടോ. ഇനി ആ പോളിഷ് ചെയ്ത് വെച്ച ഈ ഒരു പ്രൊഡക്റ്റ്, ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇതിവിടെ ഉണങ്ങാൻ വെച്ചേക്കാണ്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം.